മലപ്പുറം ഇതുവരെ കാണാത്ത മയൂരിയുടെ 2 days ഡേ ആൻഡ് നൈറ്റ് സെയിലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും അടിച്ചു കയറി വാ. വയനാട് ദുരന്തബാധിതരിൽ കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് നൽകുമെന്ന് കാളികാവ് ഹിമ കെയർ അധികൃതർ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ KMCC സൗജന്യമായി നൽകിയ ഡയാലിസിസ് മെഷീൻ കൈമാറ്റ ചടങ്ങിലാണ് ഹിമ അധികൃതർ പ്രഖ്യാപനം നടത്തിയത്. കോട്ടയ്ക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഡയാലിസിസ് മെഷീൻ ഏറ്റുവാങ്ങി. വയനാട് ദുരന്തബാധിതരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസും ചികിത്സയും താമസവും ഭക്ഷണവും സൗജന്യമായി നൽകുമെന്ന് കാളികാവ് ഹിമ ഡയാലിസിസ് സെന്റർ ഭാരവാഹികൾ പറഞ്ഞു. പുനരധിവാസവും ചികിത്സാ സൌകര്യവും ലഭ്യമാക്കുന്നതുവരെ ഈ സൌജന്യം നൽകുമെന്ന് ഹിമ ജനറൽ സെക്രട്ടറി ഫരീദ് റഹ്മാനി പറഞ്ഞു. വയനാട്ടിൽ നിന്നും ഡയാലിസിസ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിളി വന്നപ്പോഴാണ് ഹിമ ഭാരവാഹികൾ ഈ തീരുമാനമെടുത്തത്. വയനാട് ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നതിനായി സർക്കാരും സംഘടനകളും ശ്രമം നടത്തുന്നതിനിടെ ഹിമയുടെ പങ്ക് നിർവഹിക്കുകയാണ് ലക്ഷ്യമെന്നും ഫരീദ് റഹ്മാനി പറഞ്ഞു. ബഹ്റൈൻ KMCC സൌജന്യമായി നൽകിയ ഡയാലിസിസ് മെഷീൻ കൈമാറ്റ ചടങ്ങിലാണ് പ്രഖ്യാപനം നടത്തിയത്. ദുരിതബാധിത പ്രദേശത്തിൽ നിന്ന് 1-2 ടെലിഫോൺ കോളുകൾ ഈ വിനീതന് വരികയുണ്ടായി. ദുരന്തത്തിൽ അകപ്പെട്ട നമ്മുടെ സഹോദരങ്ങളിൽ പലരും വൃക്കരോഗികളാണ്. അവരെ ഡയാലിസിനും മറ്റും കൊണ്ടുപോകാൻ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് കിടത്തി ചികിത്സിക്കാൻ വല്ല സംവിധാനവും ഉണ്ടോ എന്ന രീതിയിൽ ടീമുമായി ആലോചിച്ച് മറുപടി പറയാമെന്നാണ് അവർക്ക് കൊടുത്ത വാക്ക്. ഇന്ന് ഈ വേദിയിൽ വെച്ചുകൊണ്ട് നമ്മൾ വലിയൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ദുരിതബാധിത മേഖലയിലുള്ള വൃക്കരോഗികൾ അവർക്ക് കൃത്യമായി ഡയാലിസിസ് നിർവഹിക്കാൻ സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്നുവെങ്കിൽ അവർക്കൊരു പുനരധിവാസം സാധ്യമാകുന്ന കാലം വരെ അവരെ താമസിപ്പിച്ച് അവർക്ക് ഡയാലിസിസും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഹിമ കെയർ ഹോം സന്നദ്ധമാണ് എന്ന് പത്രക്കുറിപ്പിലൂടെയും മറ്റും. കോട്ടയ്ക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഡയാലിസിസ് മെഷീൻ ഏറ്റുവാങ്ങി. ഹിമയുടെ പ്രഖ്യാപനം ഏറെ പ്രശംസനീയമാണെന്നും വയനാട് പുനരധിവാസത്തിന് എല്ലാവരും കഴിയുന്നത് ചെയ്യണമെന്നും MLA പറഞ്ഞു. അനുമോദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. അവരുടെ പ്രയാസങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ആ ദുരന്തബാധിതരിൽ വാപ്പ നഷ്ടപ്പെട്ടവരും നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടവരുമൊക്കെയായി പ്രയാസമനുഭവിക്കുന്ന ഒരുപാടേറെ ആളുകൾ, അതിൽ വൃക്കരോഗികളായി പ്രയാസമനുഭവിക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് നോക്കാനാളില്ലാതെ കൊണ്ടുപോകാനാളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരെ ഇവിടെ താമസിപ്പിച്ച് ഡയാലിസിസ് നൽകുന്നതിന് വേണ്ടിയില്ല വളരെ സുപ്രധാനമായ സന്തോഷകരമായ ഒരു തീരുമാനം, സാന്ത്വന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഒരു മാതൃക ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായ ബഹുമാനരായ ആളുകൾ, മാനേജ്മെൻ്റ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിന് അവരെ ഈ നാടിനു വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. അഗതികളും അശരണരുമായ ആളുകളെ ഏറ്റെടുത്ത് അവർക്ക് താമസം, ഭക്ഷണം, ചികിത്സ എന്നിവ നൽകുന്ന ഹിമ കെയർ ഹോം ഈ മാസം മുതൽ നിർധനരായവർക്ക് സൌജന്യ ഡയാലിസിസും ആരംഭിച്ചിട്ടുണ്ട്. ബഹ്റൈൻ KMCC ഡയാലിസിസ് മെഷീൻ കൈമാറ്റ ചടങ്ങിൽ സലാം ഫൈസി ഇരിങ്ങാട്ടിരി അധ്യക്ഷത വഹിച്ചു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നസീമ ബീഗം, P ഖാലിദ് മാസ്റ്റർ, ഡോക്ടർ PK മുസ്തഫ ഹാജി, KP ഹൈദരലി, KMCC ഭാരവാഹികളായ ഉമ്മർ കൂട്ടിലങ്ങാടി, EP അബ്ദുൽ ഗഫൂർ, മഹറൂഫ് തിരൂർ, അഷ്റഫ് ചെറുകോട്, ഹാരിസ് കാളികാവ്, CP മുഹമ്മദ് അലി, ജാഫർ അമ്പലക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Teddy Baby Diaper and Pants made for Indian baby body type.